അത് വീണ്ടും അവനെ ഇടിച്ചു കൊണ്ടിരിക്കും. ഈ വണ്ടി ഒന്ന് പോസ്റ്റ് ഇടിച്ച് പോസ്റ്റ് മറിഞ്ഞ് ഒടുങ്ങി ഇവന്റെ നെഞ്ചത്ത് പോയി. പറഞ്ഞ തീരുവോ കാർ ചേസിംഗ് ഒരു 100 കിലോമീറ്ററിന്റെ സ്പീഡ് കാണുക. രാവിലെ നമ്മുടെ പറക്കോട് മോർ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തുണ്ടായ ഒരു അപകടമാണ്. കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് സാരമായി പരിക്കേറ്റു. ഞാൻ റിവേഴ്സ് എടുത്ത് വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയപ്പോ ഇവിടെ മറ്റേ കാർ ഇങ്ങനെ ആ കാറ് ഇവിടെ ഓപ്പോസിറ്റ് നടക്കും, ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാനെന്തോ എടുത്തു, ആ വിളിച്ചല്ലോ അവരടുത്ത് കാര്യം പറയാന്ന് പറഞ്ഞു. ഇത്രയും കൊണ്ട് ഇങ്ങനെ അവിടെ നിർത്തി. നിർത്തും ഇവിടെ ആ വണ്ടി എന്റെ മുമ്പിൽ കൂടെ അണ്ണൻ ജസ്റ്റ് പാസ് ചെയ്യേ ഒരു സെക്കൻഡ് കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഞാൻ കൊണ്ട് നിർത്തിയേ. ഇതുപോലെ കൊണ്ട് നിർത്തി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇതുപോലെ വണ്ടി സ്വിച്ച് ഓഫ് ചെയ്തില്ല, ബ്രേക്ക് എടുത്തിട്ടില്ല, ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ല, ഇങ്ങനെ നടക്കുക. പറഞ്ഞു തീരുവോ കാർ ചേസിംഗ് പറഞ്ഞു കണ്ടിട്ടേ ഭയങ്കരമായിട്ടുള്ള ഒരു 100 കിലോമീറ്ററിന്റെ സ്പീഡ് കാണുമായിരുന്നു. അത് ശരി. അവിടെ നിന്ന് ഇല്ല പറന്നൊരു മരം നമ്മള് അമ്പര നിൽക്കുമായിരിക്കും. ഞങ്ങൾ രണ്ടും എന്തോ കാണിക്കാൻ ചോദിച്ചു. പറഞ്ഞു തീരുവോ ആ പാവപ്പെട്ട ബൈക്കാർ ആ സൈഡിലേന്ന് വരുമോ. അത് വണ്ടി കയറി ഇങ്ങനെ സ്റ്റാർട്ടാക്കുന്നുണ്ട്. വണ്ടി ഒരു 100 മൈൽ സ്പീഡിൽ വണ്ടി കുതിച്ച് പോകുമായിരുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നത് അത് കണ്ടാല് ആ ബൈക്കിൽ പോകുന്ന ആളെ കൊണ്ടിട്ട് ഇടിക്കാൻ പോകുന്ന പോലെ നമുക്ക് തോന്നിയത്. അതേ രീതിയില് ബൈക്ക് പോയത്, അല്ല മറ്റേ കാറ് പോയത്. കാറ് കൊണ്ടുപോയി ബൈക്കിൽ കൊണ്ടുപോയി ഇടിച്ച് ബൈക്കുകാരൻ ചെറുക്കാൻ താഴെ വീണ് പോസ്റ്റ് ഒടിഞ്ഞ് പിന്നെ ഇയാളുടെ നെഞ്ച് ഉള്ളത് കൊണ്ട് ആണ് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത്. ആ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് അവന് തലയ്ക്ക് ചെലവാക്കാൻ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് തെറിച്ച് ആ പോസ്റ്റിൽ അവിടെ വീണു. വീണ്ടും ആ വണ്ടി അതേ ഫോഴ്സിൽ തിരിഞ്ഞു വന്നു, വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും ഇടിച്ചിട്ട് ആ ഫോഴ്സിൽ തന്നെ തിരിഞ്ഞു വന്ന് വീണ്ടും അവനെ ഇടിച്ചു കൊണ്ടിരിക്കും. ഇടിച്ച് അവൻ പോസ്റ്റിന് അപ്പുറം വീണ്ടും പോയി. അപ്പോഴേ ഈ വണ്ടി ഒന്ന് പോസ്റ്റ് ഇടിച്ച് പോസ്റ്റ് മറിഞ്ഞ് ഒടുങ്ങി ഇവന്റെ നെഞ്ചത്ത് പോയി. ആ ഫോഴ്സിൽ തന്നെ അവന്റെ നെഞ്ചത്ത് കിടക്കുക. ഞാൻ ഇത് വണ്ടി ഒന്ന് ഇതുപോലെ വണ്ടി വെച്ചേക്ക്, വണ്ടി സ്റ്റാർട്ടിങ്ങില്ല, വണ്ടി സ്വിച്ച് ഓഫ് ആക്കാതെ ബ്രേക്ക് പോലെ പിടിച്ചിട്ടില്ല. അതുപോലെ വിളിച്ചോണ്ട് ചാടി ഇറങ്ങിപ്പോയി. അല്ല അവനും എന്റെ പുറകിൽ ഓടി നാസം. വണ്ടി പിന്നെ ഭയങ്കര സൗണ്ടില് കുതിച്ചിങ്ങനെ എടുക്കുന്ന കണ്ടോണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ വണ്ടി നിയന്ത്രണം വിട്ടു പോവാം. അപ്പൊ ആ ബൈക്ക് കിഴക്കൂന്ന് വരുന്ന ആ ബൈക്കിനെ കൊണ്ട് ഇടിക്കാൻ പോകുന്ന പോലെ കാറ് കൊണ്ടുപോയി ഇടിച്ചു. അപ്പൊ അപ്പുറത്ത് ആ പോസ്റ്റ് അവിടെ ടെലിഫോണിന്റെ ഒരു ബോക്സിന്റെ ഇതുകൊണ്ട് അതിൽ കൊണ്ടുപോയി കാറ് കൊണ്ടുപോയി ബൈക്കിലിടിച്ച് പുള്ളി താഴെ വീണു. പുള്ളിയുടെ കാലെല്ലാം ഒടിഞ്ഞ് ഞാന്നിട്ടുണ്ട്. ഹെൽമെറ്റ് തലേന്ന് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പുള്ളിയെ വലിച്ച് മാറ്റാൻ നോക്കിക്കൊണ്ട് പുള്ളിയുടെ കൈ കാറിൻ്റെ താഴെയായിരുന്നു. പിന്നെ കാറ് കുറച്ച് തള്ളി മാറ്റിക്കൊണ്ട് പുള്ളിയെ എടുക്കാൻ നോക്കിക്കൊണ്ട് പോസ്റ്റിൻ്റെ ചെവിട് പുള്ളിയുടെ നെഞ്ചിലായിരുന്നു. പിന്നെ ഞാനും അക്കരൂടെ പോസ്റ്റ് പൊക്കി വെച്ചിട്ട് ഞാൻ പോസ്റ്റ് പിടിക്കും. ഞാൻ പിടിച്ചാലെങ്ങാണ്ട് ഈ കോൺക്രീറ്റ് പോസ്റ്റ് പൊക്കു. ഞാൻ കണ്ടത് പോലും ഭയങ്കരമായിട്ട് നില വിളിച്ചു. ഓടി വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു. ആ സൈഡിൽ അതിനകത്ത് ഇത് ലൈൻ പോകുന്ന പോസ്റ്റല്ല, അല്ലാതെ ഇവിടുന്ന് പിന്നെ പോസ്റ്റ് കൊടുത്തേക്ക് സർവീസ് വയർ കൊടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കെട്ടിടത്തിലേക്ക് പോകുന്ന ലൈനാണ്. ഇവിടുന്ന് പോസ്റ്റ് എടുത്തേക്ക് ഞാൻ പോയി പൊക്കി ഒന്നുമില്ല. അവരും വന്ന് വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ മാക്സിമം ആരോഗ്യം കൊടുത്തത് നെല്ലട പൊങ്ങി. ഇയാളെ അതിന്റെ അടി കിടക്കുക, നെല്ലട ഒന്ന് പൊങ്ങി. അപ്പോഴേ ഇയാളെ ശ്വാസം പോന്നു. കണ്ടപ്പോഴേ ചോദിച്ചോണ്ട പുള്ളി തന്നെ പുള്ളിയുടെ ഫോൺ നമ്പർ പറഞ്ഞു. എവിടെ ഉള്ള ആളെന്നറിയോ? പുള്ളി കലഞ്ഞൂരുള്ള ആളാണ്. അപ്പൊ പുള്ളി തന്നെ ഫോൺ നമ്പർ പറഞ്ഞു തന്നപ്പോഴ് അവിടെ നിന്ന് ഒരാള് അവിടെ വിളിപ്പിച്ചു. ആ നമ്പർ അടിച്ച് വീട്ടിൽ വിളിപ്പിച്ച് അവിടെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ആള് തിരിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ വിളിച്ച് ബഹളം വെച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഓടി വന്ന് പോസ്റ്റ് പൊക്കി പോസ്റ്റ് ചെയ്ത് വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ കാറിനടി കുടുങ്ങിയേക്കോ കയ്യ്. കൂടെ കൂടി പോയി പോസ്റ്റ് പൊക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും വെക്കാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാർട്ടിക്കകത്തുള്ള. അപ്പോൾ പുള്ളി ഞാനിവിടെ പോയി പൊക്കിയിട്ട് പോസ്റ്റ് പൊക്കുന്നില്ല. നക്കീർ കിടന്ന് വാ വെച്ച് ഞാനും വാ വെച്ച് ആൾക്കാരെ എല്ലാവരും കൂടി വന്ന് പോസ്റ്റിന്റെ ചെവിടിന്റെ അവിടെ ഒരു പോസ്റ്റ് ബോക്സ് പോലത്തെ അതിന്റെ രണ്ടിന്റെ ഇടയിലായി പോയി പുള്ളി ഈ ബൈക്കിൽ വന്നതാണ്. അപ്പൊ പുള്ളിയുടെ നെഞ്ചിലായിട്ടായി പോസ്റ്റ് വീണേക്കുന്നത്. അപ്പൊ ഞങ്ങള് പോസ്റ്റ് വെക്കാൻ നോക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അന്നേരം ആദ്യം ഉള്ളതുകൊണ്ട് പോസ്റ്റ് പൊങ്ങിയില്ല. പിന്നെ ഞങ്ങൾ അടുത്ത് ഇന്നവരെ എല്ലാവരും വിളിച്ച് പുള്ളി മാറ്റി എടുത്ത്
അയാളെ പുറത്തെടുത്തു. പുറത്തെടുത്തതിന് ശേഷം വണ്ടി ഒന്നും കിട്ടിയില്ല. എടുക്കാൻ പറഞ്ഞിട്ട് ആരും വണ്ടി വാങ്ങണം എടുക്കുന്നില്ല. ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് അപ്പുറത്ത് കൊണ്ട് വണ്ടിക്കകത്ത് കയറ്റി ഇയാൾ ഉൾപ്പെടെ സഹായിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കാല് ഒടിഞ്ഞ് തൂങ്ങി കിടക്കാം, ഒരു 3-4 ഉടുവാണ് തൂങ്ങി കിടക്കാം. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് തന്നെ വെച്ചാൽ ഇറക്കം പിന്നെ വേദനയായി. ആംബുലൻസിൽ ഫോൺ ചെയ്തു. 2-3 ഒടിവുണ്ടോ? 2-3 ഒടിവല്ല, തകർന്ന് തരിപ്പണമായേക്കാണ്. ജസ്റ്റ് എനിക്ക് സംഭവിക്കണ്ട ഒരു സെക്കൻഡ് ഞാൻ അവിടെ കിടന്നിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് നമ്മളൊന്നും അയാളെ രക്ഷപ്പെട്ടേനെ, ഞാൻ പോയേനെ. കാരണം എന്ന് പറഞ്ഞാൽ അത്ര ഫോഴ്സിൽ അവിടുന്ന് ഇത്ര ഞാൻ വണ്ടി നീങ്ങിയതേ ഉള്ളൂ. എന്റെ മുമ്പിൽ കൂടെ ഞാനാ പ്രാർത്ഥനയുടെയോ മക്കളുടെയോ ആരുടെയോ പ്രാർത്ഥന. ഇനി അവന്റെ പ്രാർത്ഥന തന്നെ ആയിരിക്കും. കാരണം എന്തറിയോ, അവൻ എന്നെ വിളിച്ചതാ. അവൻ എന്നെ അവിടെ കിടന്നപ്പോ അങ്ങോട്ട് പോയി എന്നെ വിളിച്ച് തിരിച്ചു വരുന്നതാ. അപ്പൊ അവന്റെ പ്രാർത്ഥന കൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഇതുണ്ടാവാല്ലോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അയാൾക്കൊന്നും വരാതിരിക്കട്ടെ ദൈവം. കാരണം ഭാര്യയിലും വല്ല പൊട്ട ഉരുവുണ്ടെങ്കിൽ അയാളുടെ കാര്യം. പക്ഷെ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കാൻ പറ്റില്ലേ? അല്ല, എന്റെ വണ്ടിയെ കൊണ്ടുപോയി തുടങ്ങിയതാ. പക്ഷേ കാല് പാതി തൂങ്ങി ഉള്ളിൽ കിടക്കും. ഈ സ്റ്റാൻഡിൽ തന്നെ ഓടുന്നല്ലേ? ഞാൻ പറക്കോട് സ്റ്റാൻഡിൽ തന്നെ ഓടുന്നത്. ഇതിന് മുമ്പ് ഇതെല്ലാം ആക്സിഡന്റ് ഞാൻ എടുത്തോണ്ട് പോയി. ഞാനൊരു ആക്സിഡന്റ് കണ്ട ഒരു സ്ത്രീയുടെ ആരും എടുക്കാതെ അണ്ണ എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടോ. ഞാൻ വണ്ടിക്കൂലി പോലും വാങ്ങാറില്ല. ആക്സിഡന്റ് ചെയ്ത സാധനം കൊണ്ടുപോയാലും ഞാൻ 1 രൂപ പോലും വാങ്ങാം. അങ്ങനെ പേര്? എന്റെ പേര് നസർ, PT നസർ എന്ന് പറയും. വണ്ടിയുടെ പേരും PT എന്നാണ്. താണ്ടെത്തി സാറിനോട് ബസ് സ്റ്റാൻഡ്